ഞാൻ യൂസ് ചെയ്യുന്ന ഒരു 3 പ്രൊഡക്ട്സ് ആണ് കേട്ടോ അന്ന് ഞാൻ കാണിച്ചു തരുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഒരു സ്റ്റോൺ സ്റ്റിക്ക് പെന്നാണ്, സെക്കൻഡ് വൺ ഈ ഒരു അയൺ ഇറേസബിൾ പെന്നാണ്, മൂന്നാമത്തേത് ഈ ഒരു വാട്ടർ ഇറേസബിൾ പെന്നാണ്. അപ്പോൾ ഇത് നേരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു വൈറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ അയൺ ഇറേസബിൾ പെന്ന് വെച്ചിട്ട് ആ തുണിയിൽ നന്നായിട്ടൊന്ന് കുത്തി അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ അതൊന്ന് അയൺ ചെയ്ത് നോക്കി. അയൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേഗം അത് റിമൂവ് ആയി പോകുന്നത് കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചത്തേക്കും കൂടി ഒന്ന് കൊടു നോക്കി. അതിൻ്റെ ഒരു ചെറിയ പാട് പോലും കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അടുത്തത് അതേപോലെ തന്നെ വാട്ടർ ഇറേസബിൾ പെന്ന് വെച്ചിട്ട് ഞാൻ ആ തുണിയിൽ നന്നായിട്ടൊന്ന് കുത്തി അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ സാധാ ഒരു സ്കെച്ച് പെന്ന് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ വെള്ളത്തിലേക്ക് വെറുതെ ഒന്ന് മുക്കിയെടുത്തപ്പോഴേക്കും തന്നെ അത് മാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ തിരിച്ചു വരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അയൺ കൂടി ചെയ്ത് നോക്കി. പക്ഷേ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള 2 പ്രൊഡക്റ്റ് ആണ് കേട്ടോ അത്. അടുത്ത് സ്റ്റോണൊക്കെ സ്റ്റിക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു പെന്നാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഈ ഒരു ഗ്ലൂ കൂടി കിട്ടും. ഈ ഗ്ലൂ ആ പെന്നിൻ്റെ നിബിലൊന്ന് നന്നായിട്ട് അമർത്തിയെടുത്തതിന് ശേഷം സ്റ്റോണിൽ ടച്ച് ചെയ്തിട്ട് ഗ്ലൂ തേച്ച ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ആരി വർക്കൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് കേട്ടോ ഇത്.